വില കുറഞ്ഞു നിന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം സ്വർണ്ണ ബിസിനസ്സിൽ കൂടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുറെ തുടർച്ചയായിട്ട് 3-4 ദിവസങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞു പോയത് കൊണ്ട് ഇനിയും കുറയുമെന്നുള്ള പ്രതീക്ഷകളും ചിലരുടെ മനസ്സിലൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് ഒരു പൂർണ്ണമായും ഒരു കച്ചവടത്തിന്റെ ലെവലിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ സ്വർണത്തിന്റെ വില ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വില കൂടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. യുദ്ധം എത്രത്തോളമാണ് സ്വർണത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില കൂടാനാണോ കുറയാനാണോ സാധ്യത? അതായത് വരും ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ 2026 അവസാനത്തോടുകൂടി വീണ്ടും സ്വർണവില കൂടും എന്ന് തന്നെയാണ് അനുമാനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് കുറഞ്ഞതിന്റെ സാധ്യത എന്ന് പറയുന്നത് US ഡോളർ കുറച്ച് സ്ട്രോങ് ആയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പർച്ചേസേഴ്സിന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റേ ഡോളർ റേറ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അവര് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറും ഗോൾഡിനെ വിട്ടിട്ട്. അതാണ് ആ US ഡോളർ സ്ട്രോങ് ആയപ്പോൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വില കൂടത്തില്ലേ. അപ്പം പർച്ചേസിങ് കുറച്ചുകൊണ്ട് മറ്റു ബോണ്ടുകളിലേക്ക് ആൾക്കാർ മാറാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ സ്വല്പം വില കുറഞ്ഞു നിന്നതിന്റെ കാരണം. മാത്രവുമല്ല, ഈ US ഫെഡറൽ റിസർവിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അതിന്റെ ചെയർമാൻ ഇപ്പം മാറി വന്നിട്ട് പുതിയൊരാളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് നമ്മളൊക്കെ വിചാരിച്ചത് US മറ്റേ ഫെഡറൽ ബാങ്ക് റേറ്റുകൾ കുറയുമെന്നുള്ള ഒരു അനുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വിപരീതമായി ഇപ്പോൾ ഇൻട്രസ്റ്റുകൾ കൂട്ടാൻ തന്നെയാണ് US-ന്റെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർണം സ്വല്പം വില കുറയാനാണ് ചാൻസ്. ഇൻട്രസ്റ്റ് റേറ്റ് അവര് കൂടുമ്പോൾ US ബോണ്ടുകളിലേക്കൊക്കെ ആൾക്കാര് മാറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടെയാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഇതൊരു താൽക്കാലിക കുറവായിട്ട് കൂട്ടിയാൽ മതി. ഇനിയും ഗോൾഡ് റേറ്റ് കൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അനുമാനം. ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യങ്ങൾ എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? കാരണം ഈ സ്വർണത്തിന്റെ വില കൂടിയിരുന്ന സാഹചര്യങ്ങളിൽ ഈ ജ്വല്ലറികളിൽ വിൽപ്പന നടന്നിരുന്നില്ല. സ്വർണം ഒരുക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഈ സ്വർണം വിറ്റുപോകുന്നില്ല. കാരണം സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല ഇത്രയും സ്വർണം വാങ്ങാൻ എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ സ്വർണത്തിന്റെ വില ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കി ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങുന്നവരുടെ എണ്ണം ഉണ്ടോ? ഉണ്ട്. ഇപ്പോഴും ഈ അനുമാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അനുമാനങ്ങൾ വരും ഭാവിയില് സ്വർണത്തിന്റെ വില കൂടുമെന്ന് തന്നെയുള്ള അനുമാനങ്ങൾ പല റൈറ്റപ്പുകളിലും ഒക്കെ വരുന്നത് കൊണ്ട് ആൾക്കാർ ഇപ്പോഴും ചെറിയ തോതിൽ വെള്ളിയുടെ ബാറുകളായിട്ടും സ്വർണമായിട്ടും ഒക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോഴും ഉണ്ട്. കുറേശ്ശെയൊക്കെ മേടിച്ചു വെക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.